ഞാൻ ആരാണ് എന്ന ചോദ്യത്തിന് പലരും പല ഉത്തരങ്ങളാണ് നൽകാറുള്ളത്. ഞാൻ നല്ല കുട്ടിയാണ്, ഞാൻ മിടുക്കനാണ്, ഞാൻ മിടുക്കിയാണ്, ഞാൻ നല്ല സ്വഭാവത്തിന് ഉടമയാണ്, എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ മെച്ചകരമായ ജീവിതം നയിക്കുവാൻ ശ്രമിക്കുന്നു, ഞാൻ മറ്റുള്ളവർക്ക് പ്രയോജനമുള്ള മകനാണ്, മകളാണ്, ഞാൻ ദൈവ പൈതലാണ് ഇത്യാദി പല ഉത്തരങ്ങൾ നൽകാറുണ്ട്. ഇങ്ങനെയുള്ള ഉത്തരങ്ങൾ നൽകുന്നതിനോടൊപ്പം പറയാറുണ്ട്, ഞാൻ ഒന്നുമല്ല, എന്നെക്കൊണ്ട് ഒരു പ്രയോജനമില്ല, ഞാൻ ലോകത്തിൽ പിറന്നു വീണത് തന്നെ എന്തിനു വേണ്ടി? ഇങ്ങനെയൊക്കെയുള്ള ഉത്തരങ്ങളും പലരിൽ നിന്നും പ്രതീക്ഷിക്കുവാൻ കഴിയും. ചില നാളുകൾക്ക് മുൻപ് സമൂഹത്തിൽ ഉന്നത പൊസിഷനിലിരിക്കുന്ന ഒരു സാറുമായിട്ട് പരിചയപ്പെടുന്നതിന് ഇടയായിത്തീർന്നു. വളരെ മാന്യതയുള്ള നല്ല വ്യക്തിത്വത്തിന് ഉടമയായ, എല്ലാവരോടും സൗമ്യമായി ഇടപെടുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമ. ഞാനിങ്ങനെ സംസാരിച്ചു കൊണ്ട് സാറേ എന്ന് വിളിച്ചപ്പോൾ സാർ പറഞ്ഞു, എന്നെ സാറേ എന്ന് വിളിക്കരുത്, ഞാനൊരു കഴുതയാണ്. ഞാൻ ആശ്ചര്യപൂർവ്വം സാറിനെ നോക്കി, എന്ത് കഴുത എന്നാണോ? അപ്പോഴാണ് സാർ പറഞ്ഞത്, കുഞ്ഞുനാൾ മുതൽ ഞാൻ എൻ്റെ പിതാവിൽ നിന്നും കേട്ടിട്ടുള്ള വാക്ക് ഞാൻ കഴുത എന്നുള്ളതാണ്. എന്തു ചെയ്താലും, പഠനത്തിൽ മോശമായാൽ, മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും വികൃതി കാണിച്ചാൽ കഴുതേ എന്ന് വിളിക്കുന്ന പിതാവിൻ്റെ വാക്കാണ് ഇന്നും എൻ്റെ മനസ്സിൽ നിഴലിച്ച് നിൽക്കുന്നത്. അതുകൊണ്ട് എന്നെ സാറേ എന്ന് വിളിക്കരുത്, എന്നെ കഴുതയെന്ന് വിളിച്ചാലും കുഴപ്പമില്ല എന്ന് പറയുന്നതിന് ഇടയായിത്തീർന്നു. ഞാൻ ആര് എന്നുള്ള കാര്യം നിശ്ചയിക്കുന്നത് പലപ്പോഴും ജീവിത അനുഭവങ്ങളാണ്. സാധാരണ പറയാറുണ്ടല്ലോ, ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. ആദ്യം ഒരാളിൽ കാണുന്ന മതിപ്പ് ജീവിതത്തിലെ ഏറ്റവും പ്രഥമമായ മതിപ്പ് എന്ന് പറയാറുണ്ട്. ചിന്ത, വികാരം, സ്വഭാവം ഇവയുടെ ആകെത്തുകയുടെ അതുല്യ പ്രഭവമാണ് വ്യക്തിത്വം എന്ന് പറയുന്നത്. യഥാർത്ഥ വ്യക്തിത്വം ജീവിതത്തിലെ നിലവാരത്തെ മെച്ചകരമാക്കി തീർക്കുന്നു. ശാരീരിക പ്രത്യക്ഷത, സ്വയ അവബോധം, ആത്മവിശ്വാസം മുതലായവ വ്യക്തിത്വ വികസനത്തിൻ്റെ പ്രധാന ഘടകങ്ങളായിട്ട് കാണുവാൻ കഴിയും. ആത്യന്തികമായി പറഞ്ഞാൽ ബാഹ്യ പ്രകടനത്തെക്കാൾ, ശാരീരിക പ്രത്യക്ഷതയേക്കാൾ ആന്തരിക ജീവിത യാഥാർത്ഥ്യമാണ് വ്യക്തിത്വത്തിന് നിദാനം ആയിരിക്കുന്നത്. ഒരുവളുടെ ഉള്ളിൽ നിന്നും പൊന്തി വരുന്ന മൂല്യമുള്ള ജീവിത യാഥാർത്ഥ്യമാണ് വ്യക്തിത്വത്തിൽ അന്തർലീനം ആയിരിക്കേണ്ടത്. വ്യക്തിത്വ വികസനവും ശാന്തമായ മനസ്സും പരസ്പരം ബന്ധിതമായി കാണേണ്ടതാണ്. മാനസിക ക്ഷേമം, പ്രതിരോധ സംവിധാനം ഇവ ശരിയായ നിലയിൽ ആകുമ്പോൾ ശാന്തമായ മനസ്സ് കൈവരിക്കുവാൻ കഴിയും. ഒരുവൻ്റെ ജീവിതത്തിൻ്റെ നിലവാരം നല്ല നിലയിൽ ആയിരിക്കുമ്പോൾ അത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് ഇടയാകുന്നു. ഉപരിയായി ദൈവത്തോടുള്ള കടപ്പാട്, ദൈവത്തോടുള്ള സമർപ്പണം നല്ല നിലയിൽ ആയിത്തീരുന്നതിനും ഇടവരുന്നു. ഞാൻ ആരാണ് എന്ന ചോദ്യത്തിന് വ്യക്തമായും ശക്തമായും ഉത്തരം നൽകുമ്പോൾ അത് നമ്മുടെ ജീവിതത്തെ തന്നെ മെച്ചകരമായ യാഥാർത്ഥ്യത്തിലേക്ക് ആക്കിത്തീർക്കുന്നു. ശാന്തമായ മനസ്സിന് ഉടമകൾ ആകണം എങ്കിൽ യഥാർത്ഥ വ്യക്തിത്വ വികസനം കൂടിയേ തീരൂ. വ്യക്തിത്വ വികസനത്തിന് നിദാനമായിരിക്കുന്ന ചില ഘടകങ്ങൾ ഒരുമിച്ച് ചിന്തിക്കാം. ഒന്ന്, ഭവന അന്തരീക്ഷം. ഭവന അന്തരീക്ഷം മെച്ചമായ നിലയിൽ ആയാൽ മാത്രമേ മനസ്സ് ശാന്തമാകുന്നതിനും യഥാർത്ഥ വ്യക്തിത്വ വികസനം സാധ്യമായി തീരുന്നതിനും ഇടവരുകയുള്ളൂ. മാതാപിതാക്കന്മാർ കുഞ്ഞുങ്ങളുടെ വളർച്ചയിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. സാധാരണ പറയാറുണ്ടല്ലോ, അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിനു മുൻപേ കുഞ്ഞിൻ്റെ വളർച്ചയിൽ മാതാപിതാക്കന്മാരുടെ പങ്ക് നിർണായക ഘടകമാണ്. ഒരു കുഞ്ഞിൻ്റെ ജീവിത നിലവാരം മെച്ചകരമാക്കി തീർക്കുന്നത്, ഒരു കുഞ്ഞ് ആരായിത്തീരണം, എങ്ങനെയായി തീരണം എന്ന് നിശ്ചയിക്കുന്നത് മാതാപിതാക്കന്മാരുടെ സ്വാധീനം ശക്തമാകുന്ന നിലയിലൂടെയാണ്. മാതാപിതാക്കന്മാർ നല്ലവരാകുന്നതിലൂടെ കുഞ്ഞിൻ്റെ വളർച്ചയിൽ പ്രധാന പങ്ക് വഹിക്കുവാൻ കഴിയും. മക്കളെ മെച്ചകരമായ ജീവിതത്തിന് ഉടമകൾ ആക്കണം എങ്കിൽ, നല്ല ജീവിതം സാക്ഷാത്കരിക്കണം എങ്കിൽ മാതാപിതാക്കന്മാരുടെ സ്വഭാവം ശ്രേഷ്ഠകരം ആയിരിക്കണം. അതേപോലെ മറ്റൊന്ന്, മാതാപിതാക്കന്മാർ ശക്തരായിരുന്നാൽ മാത്രമേ
കുഞ്ഞുങ്ങളെയും നല്ല നിലവാരത്തിൽ എത്തിക്കുവാൻ കഴിയുകയുള്ളൂ. ശക്തരായ മാതാപിതാക്കളിലൂടെ കുഞ്ഞുങ്ങളെയും ശക്തരാക്കുന്നതിനും മെച്ചകരമായ ജീവിതചര്യയിലേക്ക് നയിക്കുന്നതിനും ഇടയായിത്തീരും. മാതാപിതാക്കന്മാർ മാതൃകയുള്ള ജീവിതം നയിക്കുന്നതിലൂടെ അവർക്ക് ശരിയായ മാർഗനിർദ്ദേശം കുഞ്ഞുങ്ങൾക്ക് നൽകുവാൻ കഴിയും. മാതാപിതാക്കന്മാരെ ആശ്രയിച്ചാണ് കുഞ്ഞുങ്ങളുടെ ജീവിതചര്യ മെച്ചപ്പെടുത്തുന്നത്. എത്രത്തോളം നല്ല ഭവന അന്തരീക്ഷം കുടുംബത്തിൽ സൃഷ്ടിച്ചെടുക്കുവാൻ മാതാപിതാക്കന്മാർക്ക് കഴിയുന്നുവോ അതിനനുസരിച്ച് കുഞ്ഞുങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുവാൻ കഴിയും. സ്നേഹം, പരിചരണം ഇത്തരത്തിലുള്ള ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് കുഞ്ഞുങ്ങളെ തിരിച്ചുവിടുമ്പോൾ അത്തരത്തിൽ സ്നേഹിക്കുന്നവരും മറ്റുള്ളവരെ പരിചരിക്കുന്നതുമായ ആ ഒരു സ്വഭാവം കുഞ്ഞുങ്ങൾക്ക് നൽകുവാൻ കഴിയും. സാധാരണ സെൻസറി റിച്ച് ആക്ടിവിറ്റീസ്, നല്ല അനുഭവ സമ്പത്തുകൾ കുട്ടികൾക്ക് മാതാപിതാക്കന്മാർ നൽകുവാൻ കഴിയണം. അവരുടെ മാതാപിതാക്കന്മാരുടെ വികാരങ്ങൾ അവരെ ടച്ച് ചെയ്യുന്നതിലൂടെ, സ്പർശിക്കുന്നതിലൂടെ, അവരെ ആലിംഗനം ചെയ്യുന്നതിലൂടെ, കുഞ്ഞുമക്കൾക്ക് തലോടൽ നൽകുന്നതിലൂടെ, അവരെ ചേർത്ത് നിർത്തുന്നതിലൂടെ ആ ഒരു സ്പർശനം അധികമായി കുഞ്ഞുങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയണം. മാത്രവുമല്ല, നർച്ചറിങ് ടെക്നിക്സ്, കുഞ്ഞുങ്ങളെ പരിപോഷിപ്പിക്കുന്ന മെച്ചകരമായ ജീവിത ശൈലിയിലേക്ക് നയിക്കുന്ന പരിപോഷണത്തിൻ്റെ സമ്പ്രദായങ്ങൾ, രീതികൾ മാതാപിതാക്കന്മാരിലൂടെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുമ്പോൾ മറ്റുള്ളവരുടെ മുൻപിൽ യഥാർത്ഥ വ്യക്തിത്വത്തിന് ഉടമകളായി നല്ല ജീവിതം പ്രതിഫലിപ്പിക്കുന്ന കുഞ്ഞുങ്ങളായി ശോഭിക്കുന്നതിന് ഇടയായിത്തീരും. അബ്ദുൽ കലാം ഇപ്രകാരമാണ് പറഞ്ഞത്: എൻ്റെ കുഞ്ഞുനാൾ മുതൽ എൻ്റെ മാതാവിൽ നിന്നും പിതാവിൽ നിന്നും നല്ല കാര്യങ്ങളാണ് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത്. സത്യസന്ധത, അച്ചടക്കം എൻ്റെ പിതാവിലൂടെ ഞാൻ പഠിച്ചു കഴിഞ്ഞു. ദയയുള്ള ജീവിതം, നന്മയുള്ള അനുഭവം എൻ്റെ അമ്മയിലൂടെയും ഞാൻ പഠിച്ചു കഴിഞ്ഞു. മെച്ചകരമായ ജീവിതശൈലി അബ്ദുൽ കലാമിലൂടെ ലോകത്തിന് സംഭാവന ചെയ്യുവാൻ കഴിഞ്ഞത് മാതാപിതാക്കന്മാരുടെ ഉദാത്തമായ ജീവിത ദർശനത്തിലൂടെയും മാതൃകയുള്ള സ്വഭാവത്തിലൂടെയും ആണ്. CF ആൻഡ്രൂസ് ഇപ്രകാരമാണ് പറഞ്ഞത്: കുഞ്ഞുനാൾ മുതൽ എൻ്റെ മാതാപിതാക്കന്മാരുടെ കണ്ണുകളിലൂടെ ഞാൻ യേശുവിനെ കണ്ടു. എൻ്റെ മാതാപിതാക്കന്മാരുടെ വാക്കുകളിലൂടെ ഞാൻ യേശുവിനെ കേട്ടു. മറ്റാരിലൂടെയും അല്ല, സ്വന്തം ഭവന അന്തരീക്ഷത്തിലൂടെ, സ്വന്തം കുടുംബാംഗങ്ങളിലൂടെ, ശ്രേഷ്ഠരായ മാതാപിതാക്കളിലൂടെ യേശുവിനെ കാണുന്നതിനും കേൾക്കുന്നതിനും CF ആൻഡ്രൂസിന് കഴിഞ്ഞു. പലപ്പോഴും ഇന്നത്തെ ചുറ്റുപാടിൽ ജീവിത പ്രതിസന്ധികൾക്ക് ഇടയിൽ, തിരക്കുപിടിച്ച ജീവിതത്തിന് ഇടയിൽ, പ്രതിസന്ധികൾ നിറഞ്ഞിരിക്കുന്ന ചുറ്റുപാടിൽ മാതാപിതാക്കന്മാർക്ക് മക്കളെ ശ്രദ്ധിക്കുന്നതിനോ പരിചരിക്കുന്നതിനോ കഴിയുന്നില്ല. പ്രശ്നക്കാരായ കുട്ടികളെ വാർത്തെടുക്കുന്ന ആ ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് ഇന്നിൻ്റെ ചുറ്റുപാട് നീങ്ങുന്നത്. ചില മാസങ്ങൾക്ക് മുൻപ് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി തൻ്റെ അമ്മ വന്ന് പറഞ്ഞ ഒരു കാര്യം ഇപ്രകാരമായിരുന്നു: എൻ്റെ മകൾ എന്നെ അനുസരിക്കുന്നില്ല, എൻ്റെ മകൾക്ക് എന്നെ വേണ്ട, എന്തിനും ഏതിനും കുറ്റപ്പെടുത്തുന്ന മകൾ, ധിക്കാരം പ്രകടിപ്പിക്കുന്ന മകൾ, എന്തിനും ചോദ്യം ചെയ്യുന്ന മകൾ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ അതിനെ തുടർന്ന് മകളുമായിട്ട് സംസാരിക്കുമ്പോൾ മോൾ പറഞ്ഞ ഒരു കാര്യമാണ്: എനിക്ക് അപ്പനില്ല, എനിക്ക് അമ്മയും എൻ്റെ ഒരു ചേട്ടനുമാണ് ഉള്ളത്. അമ്മയിൽ നിന്നും കുഞ്ഞുനാളിലെ ഞാൻ കേട്ടിട്ടുള്ള വാക്കുകളാണ് എന്നെയും എൻ്റെ അമ്മയെയും തമ്മിൽ അകറ്റി നിർത്തിയിട്ടുള്ളത്. എൻ്റെ പപ്പ കുഞ്ഞുനാളിലെ നഷ്ടപ്പെട്ടതുകൊണ്ട് അമ്മ എപ്പോഴും എന്നോട് പറയുന്ന വാക്കുകൾ ഇപ്രകാരമായിരുന്നു: നിന്നെ എനിക്ക് കിട്ടിയതിന് ശേഷമാണ് എൻ്റെ ഭർത്താവ് എന്നിൽ നിന്നും നഷ്ടപ്പെട്ടത്. ഞാൻ അറിവ് വെച്ച നാൾ മുതൽ ഇതേ സെൻറ്റൻസുകളാണ് ഞാൻ കേട്ടുകൊണ്ടിരുന്നത്. പിന്നെ എങ്ങനെ എനിക്ക് എൻ്റെ അമ്മയെ സ്നേഹിക്കുവാൻ കഴിയും? പലപ്പോഴും ജീവിത യാഥാർത്ഥ്യങ്ങളുടെ ഇടയിൽ, പലപ്പോഴും ജീവിത സമ്മർദ്ദങ്ങളുടെ ഇടയിൽ ആ സമ്മർദ്ദത്തെ നേരായി തിരിച്ചുവിടുവാൻ കഴിയാതെ മക്കളുടെ മേൽ അത് ആരോപിക്കുന്ന ഒരു ജീവിതചര്യ ഇന്നിൻ്റെ വെല്ലുവിളിയായിട്ട് കാണപ്പെടുമ്പോൾ, കുടുംബ അന്തരീക്ഷം, ഭവന അന്തരീക്ഷം മാതാപിതാക്കളിലൂടെ ശ്രേഷ്ഠകരമായി തീർന്നില്ല എങ്കിൽ മക്കളെ മെച്ചകരമായ ജീവിതത്തിൽ നയിക്കുവാൻ കഴിയുകയില്ല. മാതാപിതാക്കന്മാരും കുഞ്ഞുങ്ങളും തമ്മിലുള്ള ഒരു ബോണ്ട്, ആ ഒരു സ്നേഹത്തിൻ്റെ അനുഭവം ഭവന അന്തരീക്ഷത്തിലൂടെ മാത്രമേ മെച്ചപ്പെടുത്തുവാൻ കഴിയുകയുള്ളൂ. കുഞ്ഞുങ്ങളുടെ സർവ്വതോന്മുഖമായ ലക്ഷ്യം എപ്പോഴും മറ്റുള്ളവരെ സ്നേഹിക്കുക, കരുതുക, എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുക
ഇത്തരത്തിലുള്ള ശീലം ആയിരിക്കാൻ കഴിയണമെങ്കിൽ ഭവനാന്തരീക്ഷം മെച്ചകരമാക്കി തീർക്കണം. ശരിയായ രീതിയിൽ മക്കളെ ശ്രദ്ധിക്കുവാൻ മാതാപിതാക്കന്മാർക്ക് കഴിയണം. തിരക്കിൻ്റെ പേരിൽ തിരക്കിനോട് ചേർന്ന് ജീവിക്കുന്ന ആ സാഹചര്യമല്ല. എത്ര തിരക്കുണ്ടെങ്കിലും ഏത് തലങ്ങളിലുള്ള പ്രതിസന്ധികളുണ്ടെങ്കിലും അവയെ അതിജീവിച്ചുകൊണ്ട് മക്കളെ സ്നേഹിക്കുവാനും കരുതുവാനും കഴിയണം. ഇത്തരത്തിലുള്ള ബന്ധമാണ് മക്കളെ ജീവിതത്തിൻ്റെ ഉയർന്ന തലങ്ങളിലേക്ക് ഉത്തരവാദിത്വ ബോധത്തിലേക്ക് എത്തിക്കുന്നതിന് ഇടവരുന്നത്. ഇങ്ങനെ വരുമ്പോൾ മക്കൾക്ക് പരസ്പരം ആശ്രയിക്കുന്നതിനും പരസ്പരം ഉത്തരവാദിത്വ ലക്ഷ്യം നന്നായി നിർവഹിക്കുന്നതിനും കഴിയും. ഭവന അന്തരീക്ഷം വ്യക്തിത്വ വികസനത്തിൻ്റെ ശ്രേഷ്ഠമായ പടിയാണ്. എത്രത്തോളം മെച്ചകരമായ ഭവന അന്തരീക്ഷം കുടുംബത്തിൽ നിന്ന് ഉണ്ടാകുന്നുവോ അത്രത്തോളം മെച്ചകരമായ ശാന്തമായ മനസ്സ്, എപ്പോഴും സന്തോഷിക്കുന്ന മനസ്സ്, എപ്പോഴും എല്ലാവരെയും ചേർത്ത് കൊള്ളുന്ന, എല്ലാവരെയും പരിപോഷിപ്പിക്കുന്ന ആ മനസ്സ് കുടുംബത്തിലൂടെ സംജാതമാക്കിയെടുക്കുവാൻ കഴിയും. ശാന്തമായ മനസ്സ് സംജാതമാക്കണമെങ്കിൽ വ്യക്തിത്വ വികസനത്തിൻ്റെ രണ്ടാമത്തെ പടി എന്നത് ഭവനം കഴിഞ്ഞാൽ സ്കൂൾ തലത്തിലുള്ള ചുറ്റുപാട് കുഞ്ഞുങ്ങൾക്ക് പ്രയോജനകരമായി തീരണം. കുഞ്ഞുങ്ങളുടെ പരസ്പരമുള്ള ബന്ധം സ്കൂൾ തലത്തിൽ അധ്യാപകരുമായി അനധ്യാപകരുമായി ഒപ്പമുള്ള കുഞ്ഞുങ്ങളുമായി നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുവാനുള്ള അനുകൂലമായ ചുറ്റുപാടായിരിക്കണം സ്കൂൾ തലങ്ങളിൽ നിന്നും ഉണ്ടാകേണ്ടത്. ശരിയായ രീതിയിലുള്ള സംവേദനം, അതേപോലെ തദനുഭൂതി, എമ്പതിയുള്ള ആ ഒരു ജീവിതചര്യ, ഒരു ടീം വർക്ക്, ഇതൊക്കെ സ്കൂൾ തലത്തിൽ നിന്നും കുഞ്ഞുങ്ങൾക്ക് കിട്ടുമ്പോൾ വ്യക്തമായ വ്യക്തിത്വം പ്രതിഫലിപ്പിക്കുവാൻ ഇടയായിത്തീരും. ഇത്തരത്തിലുള്ള അനുകൂലമായ ചുറ്റുപാട് സ്കൂൾ തലത്തിൽ നിന്നും കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്നതിലൂടെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാനുള്ള കരുത്ത് കുഞ്ഞുങ്ങൾ ആർജിച്ചെടുക്കും. മാത്രവുമല്ല, തങ്ങളുടെ ലക്ഷ്യം എന്താണോ, തങ്ങളുടെ ഉത്തരവാദിത്വം എന്താണോ, പഠന മേഖലയിലായിരിക്കുമ്പോൾ നന്നായി പഠിക്കുക, മറ്റുള്ളവരെ സഹായിക്കുക, വേദനിക്കുന്നവരോടൊപ്പം നിൽക്കുക, ഇത്തരത്തിലുള്ള അനുകൂലമായ ചിന്തകൾക്ക് സ്വാധീനം നൽകുവാൻ തക്കവണ്ണം സ്കൂൾ തലത്തിലുള്ള പ്രവർത്തനങ്ങൾ, സ്കൂൾ തലത്തിലുള്ള അന്തരീക്ഷം കുഞ്ഞുങ്ങൾക്ക് മുഖാന്തരമായി തീരണം. പഠന മേഖലയിലൂടെ ലഭിക്കുന്ന വ്യത്യസ്തമായ ആശയങ്ങൾ, അനുഭവങ്ങൾ, വിമർശനാത്മകമായ ചിന്തകൾ, ഇവയെല്ലാം മുന്നിലെ പ്രതിസന്ധികൾ തരണം ചെയ്യുന്നതിനും വ്യക്തമായ ലക്ഷ്യത്തോടുകൂടെ തങ്ങളുടെ ഓരോ കാൽ ചുവടുകളും മുന്നോട്ട് നയിക്കുന്നതിന് തക്കവണ്ണം കുഞ്ഞുങ്ങളെ പ്രാപ്തരാക്കി തീർക്കണം. മാത്രവുമല്ല, പാഠ്യേതര പ്രവർത്തനങ്ങളായ സ്പോർട്സ്, ക്ലബ്സ്, ആർട്സ്, ഇങ്ങനെയുള്ള സാമൂഹിക പ്രവർത്തനങ്ങളിൽ കുഞ്ഞുങ്ങൾ പങ്കുകാരായിത്തീരുന്നതിലൂടെ അവരുടെ ക്രിയാത്മകമായ ശക്തി, ക്രിയാത്മകമായ കഴിവ്, ആന്തരികമായി അവർക്ക് ലഭിച്ചിരിക്കുന്ന വിഭവങ്ങൾ നന്നായി വികസിപ്പിച്ചെടുക്കുവാനുള്ള കഴിവാണ് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്നത്. കുഞ്ഞുങ്ങളും അധ്യാപകരുമായുള്ള ബന്ധം ശക്തമായെങ്കിൽ മാത്രമേ കുഞ്ഞുങ്ങളുടെ വ്യക്തിത്വ വികസനം നന്നായി പ്രതിഫലിപ്പിക്കുന്നതിനും അവരുടെ ജീവിത നിലവാരത്തിലേക്ക് പടിപടിയായിട്ട് ഉയർന്നു വരുന്നതിനും ഇടയായിത്തീരുകയുള്ളൂ. കുഞ്ഞുങ്ങളുടെ താല്പര്യങ്ങൾ, കുഞ്ഞുങ്ങളുടെ കഴിവുകൾ, തീവ്രമായ ആഗ്രഹങ്ങൾ, ഇത് എല്ലാം അടിച്ചേൽപ്പിക്കുകയല്ല, അത് സ്വതന്ത്രമായ നിലയിൽ വളർത്തിക്കൊണ്ടുവരുവാനുള്ള തീവ്ര ശ്രമമായിരിക്കണം സ്കൂൾ തലത്തിൽ നിന്നും കുഞ്ഞുങ്ങൾക്ക് ലഭിക്കേണ്ടത്. ഇത്തരം പ്രവർത്തനങ്ങളാണ് നേതൃത്വത്തിലേക്കും സ്വയ അവബോധത്തിലേക്കും ക്രിയാത്മകമായ അനുഭവത്തിലുള്ള വ്യക്തിത്വത്തിലേക്കും കുഞ്ഞുങ്ങളെ നയിക്കേണ്ടത്. പഠന തലങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് സമ്മർദ്ദങ്ങളുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അത് സമയോചിതമായി അധ്യാപകരുടെ ഇടപെടലിലൂടെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവരുടെ വ്യക്തിത്വത്തെ മെച്ചകരമായ നിലയിൽ ആകുവാൻ ഇടയാകുന്നത്. ടീച്ചേഴ്സ് എന്നത് കുഞ്ഞുങ്ങളുടെ റോൾ മോഡൽ ആയിരിക്കണം. അവരുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവരുടെ ഓരോ ചലനത്തിലും ഒപ്പം നിൽക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ്, ഒപ്പം നിൽക്കുന്ന ഉപകരണങ്ങളായി ടീച്ചേഴ്സ് ആകുമ്പോൾ കുഞ്ഞുങ്ങളും ടീച്ചേഴ്സും കുടുംബവും ഒരുമിച്ച് സന്തോഷിക്കുന്ന സാഹചര്യം ഉണ്ടാകും. കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുൻപ് ഏകദേശം 70 വയസ്സുള്ള ഒരു റിട്ടയർഡ് അധ്യാപിക ഒരു ദിവസം തൻ്റെ വേദന എന്നോട് പങ്കുവയ്ക്കുന്നതിന് ഇടയായിത്തീർന്നു. ടീച്ചർ ഇടയ്ക്കിടയ്ക്ക് ആ വേദന പങ്കുവയ്ക്കുമ്പോൾ കരയുന്നുണ്ടായിരുന്നു.
മറ്റൊന്നുമല്ല അവരുടെ തീവ്രമായ വേദന. അവർ 15 വർഷങ്ങൾക്ക് മുൻപ് ഒരു പ്രത്യേക സ്കൂളിൽ പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ തൻ്റെ വിദ്യാർത്ഥികളിൽ ഒരു കുട്ടിയെ അവർ അറിയാതെ വേറൊരു പേര് ചൊല്ലി വിളിച്ചു. യഥാർത്ഥത്തിൽ ആ കുട്ടിയുടെ പേര് പുഷ്പറാണി എന്നുള്ളതായിരുന്നു. പക്ഷേ ആ കുട്ടി ഉത്തരം പറയാതെ വന്നപ്പോൾ ടീച്ചർ മുഖത്ത് നോക്കി പറഞ്ഞ ഒരു കാര്യം ഇപ്രകാരമായിരുന്നു: നിനക്ക് പുഷ്പറാണി എന്ന പേരിട്ടത് എന്തിനാണ്? ഇതിനേക്കാളും വിഷറാണി എന്ന പേരിട്ടുകൂടായിരുന്നു. ടീച്ചർ അത് നിസ്സാരം പോലെ പറഞ്ഞു തീർത്തു. ആ കുട്ടി അതോടെ തൻ്റെ പഠനത്തിൽ വീണ്ടും വീണ്ടും പടിപടിയായിട്ട് താഴെ വരുന്നതിന് ഇടയായിത്തീർന്നു. അവളുടെ പഠനം മെച്ചമാക്കുന്നതിന് പകരം ടീച്ചറിൻ്റെ മുറിപ്പെടുത്തുന്ന വാക്കുകൾ അവളെ വല്ലാതെ അസ്വസ്ഥമാക്കി. ആ കുട്ടി സ്കൂളിൽ വരുമ്പോൾ കുടുംബത്തിൽ നിന്ന് അനുഭവിക്കുന്ന സമ്മർദ്ദങ്ങളോ പഠനത്തിൽ എന്തുകൊണ്ട് പിന്നിലായി പോകുന്നു അത് ഒന്ന് വിശകലനം ചെയ്യാനോ ടീച്ചർ തയ്യാറാകാതെയായിരുന്നു വിഷക്കനി എന്ന് പേർ വിളിക്കുന്നതിന് ഇടയായിത്തീർന്നത്. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം ടീച്ചറിൻ്റെ മനസ്സ് ഒരുപാട് വേദനിച്ചു. ഞാനുമായി സംസാരിക്കുമ്പോൾ പറഞ്ഞു, ഇന്ന കുട്ടിയെ ഇന്ന സ്ഥലത്ത് നിന്നും അറിയാമോ? എൻ്റെ അടുക്കൽ എങ്ങനെയെങ്കിലും ഒന്ന് എത്തിച്ചു തരാമോ? എൻ്റെ ഈ വാർദ്ധക്യത്തിൽ, എൻ്റെ ഈ ബലഹീന സാഹചര്യത്തിൽ എനിക്ക് ആ കുട്ടിയുടെ അടുക്കലേക്ക് പോകാൻ പറ്റില്ല. എങ്ങനെയെങ്കിലും അവരെ ഒന്ന് എത്തിക്കാൻ പറ്റുമോ? ഞാൻ ആ സ്ഥലം അന്വേഷിച്ചു, സ്കൂൾ അന്വേഷിച്ചു, അവരെ കണ്ടെത്തുന്നതിന് ഇടയായിത്തീർന്നു. ടീച്ചറിൻ്റെ മുൻപിൽ അവരെ കൊണ്ടുവന്നപ്പോൾ വാവിട്ട് കരയുന്ന ഒരു ടീച്ചറിനെയാണ് കാണുവാൻ കഴിഞ്ഞത്. അവർ വാ തുറന്ന് വളരെ വേദനയോടെ കണ്ണുനീരോടെ അവരോട് സോറി പറയുന്നതിന് ഇടയായിത്തീർന്നു. ഞാൻ അന്ന് അറിയാതെ പറഞ്ഞു പോയി, എന്നോട് ക്ഷമിക്കണം എന്ന് ഒരു കുട്ടിയുടെ മുൻപിൽ, ഒരു ശിഷ്യയുടെ മുൻപിൽ വിനയാന്വിതയായി തീർന്ന ഒരു ഗുരുവിനെയാണ് കാണുവാൻ കഴിഞ്ഞത്. പലപ്പോഴും അധ്യാപകരുടെ മാതൃകയില്ലാത്ത വാക്കുകൾ, ഇടപെടലുകൾ കുഞ്ഞുങ്ങളെ വഴിതെറ്റിക്കുകയും അവരുടെ പഠനത്തിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ ജീവിത നിലവാരത്തിൽ നിന്നും മുഖ്യധാരയിലേക്ക് എത്തണം എന്നുള്ള ലക്ഷ്യത്തിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കുവാൻ ശ്രമിക്കുന്നു. മാതൃകാ പ്രവർത്തകരായ ടീച്ചേഴ്സിലൂടെ, അനധ്യാപകരിലൂടെ സ്കൂൾ ലെവൽ കുഞ്ഞുങ്ങൾക്ക് ശരിയായ രീതിയിലുള്ള വ്യക്തിത്വ വികസനം സാധ്യമാക്കുവാൻ കഴിയണം. ശരിയായ രീതിയിലുള്ള വ്യക്തിത്വ വികസനം സ്കൂൾ തലങ്ങളിലൂടെ ലഭിക്കുമ്പോഴാണ് ഉന്നതിയിൽ നിന്നും ഉന്നതിയിലേക്ക് പറന്നുയരുവാനുള്ള കരുത്ത് ഓരോ കുഞ്ഞും സ്വായത്തം ആക്കുന്നത്. സാംസ്കാരികവും ധാർമ്മികവുമായുള്ള തലങ്ങളിലേക്ക് ഓരോ കുഞ്ഞുങ്ങളെയും പിടിച്ചു നടത്തേണ്ടത്, ഓരോ കുഞ്ഞുങ്ങളെയും മുന്നിലേക്ക് നയിക്കേണ്ട ഉത്തരവാദിത്വം അധ്യാപകരുടെ കർത്തവ്യമാണ് എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. എല്ലാ തലങ്ങളിലുള്ള വളർച്ചയ്ക്കും എല്ലാ തലങ്ങളിലുമുള്ള സ്വയ നിരീക്ഷണത്തിനും വ്യക്തിത്വ വികസനത്തിൻ്റെ കാതലായ ഘടകം എന്നത് സ്കൂൾ തലത്തിലുള്ള പ്രവർത്തനം മെച്ചകരമാക്കി തീർക്കുക എന്നതാണ്. വ്യക്തിത്വ വികസനത്തിലൂടെ മനസ്സ് ശാന്തമാക്കുന്നതിൻ്റെ മൂന്നാമത്തെ പടി എന്നത് മൂല്യങ്ങളുടെ സ്വാധീനം എന്നതാണ്. മൂല്യങ്ങളുടെ സ്വാധീനം നിർണായകമായ പങ്ക് വഹിക്കുന്നു. തനതായ വ്യക്തിത്വം കരുപിടിപ്പിക്കുന്നതിൽ മൂല്യങ്ങളുടെ പങ്ക് ശ്രേഷ്ഠമാണ്. മൂല്യങ്ങൾ വളരെ സംഭാവനയാണ് വ്യക്തിത്വ വികസനത്തിന് നൽകുന്നത്. നല്ല മൂല്യങ്ങൾ ഒരുവനെ ഉത്തമനും ഉന്നതനും ആക്കി തീർക്കുമ്പോൾ മോശമായ കാര്യങ്ങൾ ഒരുവനെ അധമനാക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. നല്ല മൂല്യങ്ങൾക്കുടമയാകുന്നതിലൂടെ നല്ല സ്വഭാവവും നല്ല ജീവിതചര്യയും പ്രകടിപ്പിക്കുവാൻ കഴിയും. സ്വയ അവബോധവും ലോകത്തിൽ എൻ്റെ സ്ഥാനം എന്താണ്, എൻ്റെ ദൗത്യം എന്താണ് എന്നത് വ്യക്തമായും തിരിച്ചറിയുന്നത് നല്ല മൂല്യങ്ങൾ ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കുന്നതിലൂടെയാണ്. അത്തരത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ നല്ല പെരുമാറ്റം ജീവിതത്തിൽ പ്രകടിപ്പിക്കുവാൻ കഴിയും. തീരുമാനമെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മികച്ചതായി നിൽക്കുന്നതിന് കഴിയും. സത്യസന്ധത, ദയയുള്ള ആ ഒരു ജീവിതത്തിന് ഉടമകളായി തീരണം എങ്കിൽ നല്ല മൂല്യമുള്ള ജീവിതം പ്രതിഫലിപ്പിച്ചെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ. പരസ്പരമുള്ള നല്ല ബന്ധത്തിന് എവിടെ പോയാലും എങ്ങനെ പോയാലും മെച്ചകരമായ ജീവിതം തന്നെ നയിക്കണം എങ്കിൽ നല്ല മൂല്യങ്ങൾക്ക് അടിമകളായി തീർന്നേ പറ്റുകയുള്ളൂ. ഉറ്റബന്ധം, വിശ്വസ്തത, സഹകരണം ഇത്തരത്തിലുള്ള ജീവിതചര്യയാണ് ഇന്നിൻ്റെ ആവശ്യം ആയിരിക്കുന്നത്. മൂല്യമുള്ള ജീവിതം എന്നത് ഒരിക്കലും വാങ്ങാൻ ലഭിക്കുന്നതല്ല, മറിച്ച് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും അത് സൃഷ്ടിച്ചെടുക്കേണ്ട യാഥാർത്ഥ്യമാണ്.
മറ്റുള്ളവരിൽ നിന്നും ആർജിച്ചെടുക്കുന്ന നല്ല കാര്യങ്ങൾ സ്വീകരിക്കുന്നതിലൂടെ മെച്ചകരമായ ജീവിതം കാഴ്ചവെക്കുവാൻ കഴിയും. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്ന നല്ല യാഥാർത്ഥ്യങ്ങളായി, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്ന നല്ല വിഭവങ്ങളായി മൂല്യമുള്ള ജീവിതത്തെ കാണുവാൻ കഴിയണം. ഒരിക്കൽ ഒരു പ്രത്യേക ക്ലാസ്സിൽ സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചു കൊണ്ടിരുന്നപ്പോൾ ഞാൻ മക്കളോട് ചോദിച്ചു, മക്കളെ നിങ്ങൾക്ക് ആരായിത്തീരണം? ഏകദേശം കുട്ടികളും ഓരോ ഉത്തരം പറഞ്ഞു. എനിക്ക് ടീച്ചറാകണം, എനിക്ക് ഡോക്ടറാകണം, എനിക്ക് എൻജിനീയർ ആകണം, എനിക്ക് നേഴ്സാകണം, ഇങ്ങനെ പല തലങ്ങളിൽ, എനിക്ക് കളക്ടറാകണം, പല തലങ്ങളിലുള്ള സമൂഹത്തിലെ ശ്രേഷ്ഠതയും അംഗീകാരവുമുള്ള പദവികളെക്കുറിച്ച് ഓരോ കുഞ്ഞുങ്ങളും പറഞ്ഞു. പക്ഷേ അതിനകത്തിരുന്നതിൽ ഒരു കുട്ടി ഏറ്റവും ലാസ്റ്റിൽ ഉത്തരം പറഞ്ഞു, എനിക്ക് ഒരു നല്ല മനുഷ്യനായി തീരണം, എനിക്ക് ഒരു നല്ല മനുഷ്യനായി തീരണം. അവൻ ആ ഉത്തരം പറഞ്ഞത് അവൻ്റെ ജീവിതത്തിൽ അത് പ്രതിഫലിപ്പിക്കുന്നുണ്ടോ എന്ന് ഒരു ചെറിയ അന്വേഷണം നടത്തിയപ്പോൾ അവൻ്റെ അമ്മ പറഞ്ഞത് ഇപ്രകാരമാണ്: എൻ്റെ വീട്ടിൽ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എൻ്റെ മകൻ എൻ്റെ ഒപ്പം നിൽക്കും. ഞാൻ അല്പം ക്ഷീണിതയാണ്, ആരോഗ്യത്തിൽ അല്പം ബുദ്ധിമുട്ടുകൾ ഉണ്ട്, പക്ഷെ എൻ്റെ മകൻ എനിക്കെല്ലാ തലങ്ങളിലും സഹായിക്കുന്ന ഒരു മകനായി തീരാറുണ്ട്. അടുക്കളയിൽ ചിലപ്പോൾ എനിക്ക് ടൈമിന് ഇറങ്ങാൻ പറ്റിയില്ലെങ്കിൽ പോലും എൻ്റെ മകൻ അടുക്കളയിൽ തീ കത്തിച്ച് ചായയും മറ്റു കാര്യങ്ങളും ചെയ്തു തരും. അതുമാത്രവുമല്ല, വിറക് പോലും പുറത്തുനിന്ന് ശേഖരിച്ചു കൊണ്ടുതരും, കിണറ്റിൽ നിന്നും വെള്ളം കോരിത്തരും. ഒന്നും ഞാൻ എൻ്റെ മകനോട് പറയേണ്ട കാര്യമില്ല. മകൻ തന്നെ അറിഞ്ഞ് എല്ലാ കാര്യങ്ങളും ചെയ്യും. അവനറിയാം അവൻ്റെ ജീവിതത്തിൽ നല്ല മനുഷ്യൻ ആകണം എങ്കിൽ ഞാൻ എല്ലാ തലങ്ങളിലും, കുടുംബത്തിനും സമൂഹത്തിനും സ്കൂളിലും എൻ്റെ പഠന മേഖലയിലൊക്കെ മാതൃകയുള്ള കുട്ടിയായി തീരണം എന്നുള്ള ആ ഒരു ഉറച്ച നിലപാടോടുകൂടെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പറഞ്ഞു, എനിക്ക് ഒരു നല്ല മനുഷ്യൻ ആയിത്തീരണം. അവനെ ആരും അടിച്ചേൽപ്പിച്ചതല്ല, ജീവിതാനുഭവങ്ങളിലൂടെ, മാതാപിതാക്കന്മാരുടെ അനുഭവ സമ്പത്തിലൂടെ അവൻ ഒരു ഉറച്ച തീരുമാനത്തിലെത്തി, എനിക്ക് നല്ല മനുഷ്യനായിത്തീരണം. സമൂഹത്തിലുള്ള ഉന്നത പൊസിഷനേക്കാൾ ഉപരി ആ പൊസിഷനെ, ആ സ്ഥാനങ്ങളെ നിയന്ത്രിക്കുന്നത് നല്ല മനുഷ്യത്വത്തിന് ഉടമകളായിത്തീരുന്നതിലൂടെ, നല്ല മൂല്യങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ വ്യക്തമായ ജീവിതചര്യയും ജീവിത ലക്ഷ്യവും നടപ്പിലാക്കുവാൻ കഴിയും. അബ്ദുൽ കലാം തൻ്റെ അഗ്നിച്ചിറകുകൾ എന്ന പുസ്തകത്തിൽ ഇപ്രകാരം പരാമർശിച്ചിട്ടുണ്ട്: ദിവ്യമായ ഒരു അഗ്നിജ്വാലയും ഹൃദയത്തിലേന്തിക്കൊണ്ടാണ് നാം എല്ലാവരും ഈ ലോകത്തിൽ പിറന്നു വീഴുന്നത്. ആ അഗ്നിക്ക് ചിറകുകൾ നൽകുവാനും അതിൻ്റെ നന്മയുടെ ദീപ്തി കൊണ്ട് ഈ ലോകത്തെ നിറയ്ക്കുവാനുമുള്ളതാകട്ടെ നമ്മുടെ പ്രയത്നങ്ങൾ എല്ലാം. നമ്മുടെ പ്രയത്നങ്ങൾ, നമ്മുടെ ജീവിതചര്യ, നമ്മുടെ ലക്ഷ്യങ്ങൾ മൂല്യമുള്ള ജീവിതം ആയിത്തീരുമ്പോൾ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കത്തിയെരിയുന്ന തീജ്വാല, ആ ജ്വാലയ്ക്ക് മുൻപിൽ എല്ലാ പ്രവർത്തനങ്ങളും നല്ല പ്രവർത്തനങ്ങളായി തീരുന്നതിന് ഇടയാകും. എൻ്റെ വ്യക്തിത്വം മെച്ചകരമായി തീർക്കുവാൻ നല്ല മൂല്യമുള്ള അനുഭവത്തിലൂടെ ഞാൻ നീങ്ങിയേ തീരൂ. മനസ്സിൻ്റെ ശാന്തതയുടെ പ്രധാന ഘടകമാണല്ലോ വ്യക്തിത്വ വികസനം. മെച്ചകരമായ ഭവന അന്തരീക്ഷത്തിലൂടെ, സ്കൂളിൽ നിന്നും ലഭിക്കുന്ന മെച്ചകരമായ ജീവിത അന്വേഷണത്തിലൂടെ, മൂല്യങ്ങളുടെ ശരിയായ പരിപോഷണത്തിലൂടെ വ്യക്തിത്വത്തെ മെച്ചകരമായ രീതിയിൽ കരുപിടിപ്പിക്കുവാൻ കഴിയണം. ഞാൻ ആരാണ്? എൻ്റെ ദൗത്യം എന്താണ്? ഈ ലോകത്തിൽ ദൈവം എന്നെ ആക്കി വച്ചിരിക്കുന്നതിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്? അത് വ്യക്തമായും തിരിച്ചറിഞ്ഞുകൊണ്ട്, വ്യക്തമായ അവബോധത്തോടുകൂടെ എന്നും ജീവിതം നയിക്കുവാനുള്ള കരുത്ത് സർവശക്തൻ നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എന്നും മനസ്സിനെ ശാന്തമാക്കിക്കൊണ്ട് ശരിയായ വ്യക്തിത്വ വികസനത്തോടുകൂടെ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ യത്നിക്കാം.